എത്തിയിട്ട് ഞാൻ സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പോണ ഭാഗത്ത് മൊത്തം മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. ക്യാമറമാൻ മുനീറിനൊപ്പം അഭിലാഷ്. യെസ്, അവിടെയൊക്കെ മൂടൽമഞ്ഞ കേട്ടോ. ആകാശം പോലെ തന്നെ. അത് കൊള്ളാല്ലേ ആ ഭാഗം. അവിടെ വണ്ടിയിൽ കാണാൻ പറ്റുമോ? ലൈറ്റിടല്ലേ? ലൈറ്റ് ഫോഗ് ലൈറ്റ് ഉണ്ടോ? അയ്യോ, ഇതൊന്നും കാണാനില്ലല്ലോ. ഇത് പറഞ്ഞ വീഡിയോയിൽ കാണുന്നവര് വിശ്വസിക്കൂല, കാരണം ഇതില് നല്ല ക്ലിയർ ഉണ്ട്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. കരംഗഹക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കരംഗഹക്ക ജോർജ് എന്ന് പറയും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണലൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും നമുക്കറിയില്ല. ഈ യൂട്യൂബിലും അതിലൊക്കെ കണ്ടിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ജസ്റ്റ് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയയുടെ ഭാഗം. ഈ കാണുന്നത് കണ്ടോ, വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ? നമ്മളെ നാടൊക്കെ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ രസമുണ്ട്. ഇതൊക്കെ കേട്ടോ, ഈ കാണുന്നൊക്കെയാണ് ഫസ്റ്റ്. ഇതാണ് ഞങ്ങൾ പാർക്കിംഗ് ഏരിയ. ഈ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി പതുക്കെ നടക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് അഡീഷണൽ പാർക്കിംഗ് ഉണ്ട്, അതിന് സെപ്പറേറ്റ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് വന്ന് ഇറങ്ങി ഇനി ഒന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കുക നടക്കാൻ. ഹായ് ഗായ്സ്, ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വേണ്ടി ഇരിക്കുകയാണ് നടക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ചിക്കൻ ജസ്റ്റ് വെള്ളത്തിൽ വെച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് അടുത്തലോട്ട് ബ്രെഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കഴിച്ചിട്ടാണ് അടുത്ത നടക്കാനൊക്കെ പോകുന്നത്. ലെമൺ ടീക്ക് വേണ്ടി മുനീർ ലെമൺ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാരങ്ങയുടെ പീസ് കയ്യിൽ വെക്കണം വെച്ചോ, അല്ലെങ്കിൽ കുറെ നടക്കുമ്പോൾ നമുക്ക് ഇതാവും. നീ അത് ഈ കവറിൽ തന്നെ ഇടാം. കവർ തന്നെ കേട്ടോ. ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ല. കുറേ നടക്കാനില്ല, അതുപോലെ ഭയങ്കരമായിട്ട് മുകളിലൊക്കെ കയറുമ്പോഴേ ഇതായിപ്പോ. എടാ തേയില വന്നിട്ട്
ഇതിലേതിലോ ഒന്നിലുണ്ട് കേട്ടോ തേയില. ഇത് പഞ്ചസാര. ഇത് നമുക്ക് എപ്പോഴാ ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റാത്ത സാധനം. ഇത് പഞ്ചസാര കേട്ടോ. ഇവിടെ സ്പൂൺ എടുത്തില്ല. പിന്നെ ഇത് വന്നിട്ട് ഇത് കുരുമുളകും ഉപ്പും. ഇത് തേയില. അതല്ലേ തേയില. ആയില്ല. പിന്നെ എത്ര ആയാലും ഈ തണുപ്പിന് തണുപ്പന്നല്ലോ നമുക്കുള്ളൂ. കുഴപ്പമില്ല, ഇങ്ങോട്ട് ഇട്ടല്ല. ഇച്ചിരി ഹെവി ആയിപ്പോയി. ഇത് കുറച്ചു നേരം ഇരുന്നാല് കേട് വരും. വെള്ളം തന്നെ ഇങ്ങോട്ട് ഒഴിച്ചാലോ? അതാണ്ട എന്തൊക്കെയുണ്ട്. നീ ഇതുണ്ട്, ഇതിലുണ്ട്, ചൂടുവെള്ളമുണ്ട്. എന്നാ ചൂടുവെള്ളം എനിക്ക് ഒഴിച്ചു. പക്ഷെ ഇത് അത്ര ഇല്ലാന്നാ തോന്നാ കേട്ടോ. എത്ര ഉണ്ടെന്ന് അറിയില്ല ചൂടുവെള്ളം. നീ നോക്കി എത്ര ഉണ്ടെന്ന്. എനിക്ക് ആ ഗ്ലാസ്സിൽ എത്ര ഉള്ളെന്ന് കാണാൻ സാധ്യതയില്ല. അപ്പുറത്തും കൂടെ വെച്ചോ, എന്നിട്ട് ഇതാക്കിയാൽ മതി. ഇല്ലടാ, ചൂടാക്കേണ്ടി വരും. ചൂടാക്കാം. വെള്ളം താണ്ട ഇതിലുണ്ട്, അല്ലാതിലും ഉണ്ട്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാക്കില്ല വെള്ളം. പിടിക്കാം. ഇതാക്കാം. ഓക്കെ, പിടിക്കാം. വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ഒഴിക്കാം. അതുവരെ കഴിക്കാം. ഗായ്സ്, അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത യാത്ര കാപ്പിയും കുടിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. ആ ഗായ്സ്, അങ്ങനെ നമ്മൾ പതുക്കെ നടക്കാൻ ഇറങ്ങുകയാണ്. ഇതാ കേട്ടോ പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് ജസ്റ്റ് കയറുന്നു. ഇങ്ങനെ നടന്ന് എനിക്കാണ് ആ ബ്രിഡ്ജ് കയറണമായിരിക്കും. ആ ബ്രിഡ്ജ് കയറണം. വണ്ടിയൊക്കെ ലോക്കാക്കിയല്ലോ. ഓ, ഞാൻ ചെക്ക് ചെയ്തിരിക്കുന്നു. നീ പേടിക്കണ്ട. ഈ ഇടയിൽ കീ പിടിച്ച് ഞെക്കാതിരുന്നാ മതി. കീ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ആ ഗുഹ കാണിക്കുന്നില്ലല്ലോ ഇതില്. ജോർജിന്റെ ഒരു ഗുഹയുണ്ട്. നമ്മള് ഇവിടെയാണ് ഇപ്പൊ ഉള്ളത്. ആ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറും. ഇവിടുന്ന് ഇങ്ങനെ ആ ബ്രിഡ്ജ് നമ്മൾ കയറുന്നു. ഇത് സൈക്കിൾ ട്രാക്ക്. അത് നമുക്ക് വേണ്ട. ഇങ്ങനെ പോയി ഏറ്റവും ടോപ്പിലെത്തുന്നു. അതാണ് ഗുഹയുടെ അവിടെ എത്തുന്നു. അവിടുന്ന് തിരിച്ചു കയറുന്നു. വേണമെച്ചാൽ അതിന്റെ മുകളിൽ കയറണമെന്ന് നമ്മൾ അവിടുന്ന് തീരുമാനിക്കുന്നു. കുറച്ച് നടക്കണ്ടല്ലോ അപ്പം. നല്ല രസമായിരിക്കും. നിന്നെ മറ്റേ കാണാതെ അല്ലേ? എന്റെ കൂളിംഗ് ഗ്ലാസ് ഇല്ല. ഒരെണ്ണം വെറുതെ ഇരിക്കണ്ടായിരുന്നു. അല്ല, കാറിനുണ്ടാ, ഞാൻ ഇടാറില്ല. ഇട്ടാൽ കുറച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ആ ഗുഹയാണ് ഇവിടുത്തെ മെയിൻ. എടി, ഇവിടെയാണോ മറ്റേ ഈ സ്വർണ്ണ കനിയൊക്കെ ഉണ്ടായിരുന്നത്?
അത് ഇവിടെയാണോ എനിക്ക് അറിയില്ല കേട്ടോ. അത് ഇതേപോലെ ഞാൻ ഏതോ ഇതിൽ കണ്ടു, ഇങ്ങനെ ഇതേപോലെ ഗുഹയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകണം. ആ അതാ ഗോൾഡ് മൈനിങ് സൈറ്റ്. എവിടെ എവിടെ ഹിസ്റ്റോറിക് ഗോൾഡ് മൈനിങ് എവിടെ ഇങ്ങനെ കാണുന്നില്ലല്ലോ. ബോർഡിലുണ്ടോ? ആ ശരി അത് മെയിൻ വലിയ ആശുപത്രിക്കാണ്. ഞാൻ ഇതിൽ ചെറുതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഈ പാലത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ പോവുക. ഇത് മലയിൽ നിന്ന് പറഞ്ഞ വെള്ളമായിരിക്കും അല്ലേ? ഇവിടെ ഒരു മറ്റേ വലിയ പാലം ഉണ്ടാക്കിയാണ്, പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അതൊക്കെ എതിർത്തിട്ട് ഈ പാലം ഇവിടെ സ്റ്റോപ്പായി. ആൾക്കാർക്ക് ഇത് മതി, കാരണം വെച്ച് കഴിഞ്ഞാലേ പിന്നെ ആകുമ്പം കാറുകളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഇവർ ആ പാലത്തിൻ്റെ ഇതൊക്കെ സ്റ്റോപ്പാക്കി. അല്ല, അപ്പം ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞു, ഞാൻ ഏതിലോ കണ്ട് ഇങ്ങനെ ഗോൾഡ് മൈൻ ഉണ്ടെന്ന്. നമ്മൾ ആ മുകളിലോട്ട് കയറുക. മൊത്തം നമുക്ക് നടക്കാം. കലോറീസ് ഒക്കെ ബേൺ ആവട്ടെ. നമ്മൾ മുകളിൽ കൂടെ കയറിയിട്ട് അവിടെ എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരും. ഇവിടെ ഒരു വിൻഡോസ് വാക്ക് ടണൽ എന്ന് പറഞ്ഞത് ആ പയ്യൻ പോകണുണ്ടോ, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ വഴി കൂടെ കയറിയിട്ട് അടുത്ത സ്ഥലം. ആദ്യം നമ്മൾ ഇവിടെ പോവാം. ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കയറണം. 3.2 കിലോമീറ്റർ. ഇങ്ങനെ നാളെ ഫുൾ റെസ്റ്റ്. നിനക്ക് കാലിന് വർക്കൗട്ട് ചെയ്തില്ലല്ലോ, അതിൻ്റെ ഒരു പരാതി ഇനി വേണ്ട. കാലിനുള്ള വർക്കൗട്ടായി. കാറ് ലാസ്റ്റ് ആയിട്ട് ചോദിക്കാം, ലോക്കാക്കിയല്ലോ. ആടാ ഉറപ്പാടാ. ഇതെന്താണ് സംഭവം എന്നറിയില്ല. നമ്മുടെ നാട്ടിലത്തെ കാളവണ്ടിയുടെ പരിപാടിയൊക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ഇരുമ്പ് കേട്ടോ, നല്ല ഇരുമ്പ് വെച്ചാൽ നല്ല ഇരുമ്പ്. ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിൽ ഇതിപ്പോൾ തൂക്കി കൊടുത്തേരാ. ഓൾറെഡി ഇത് കഴിവ് ഉണക്കിക്കൊണ്ട് വന്നതാ അന്ന് പോയിട്ട്. ഉണക്കാൻ വെയിൽ കണ്ടേ, വെയിലില്ലെന്നേ. ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ടോ? ഇല്ല, ഇത് വേറെ എന്തോ അല്ലേ. ഇതെന്തോടാ? ചെറിയൊരു ഗുഹ പോലെ എനിക്കാണെ ഗോൾഡ് കൊണ്ടുവരുന്ന സ്ഥലമായിരിക്കും. അയ്യോ, ആ എം ടി അത് തന്നെ, MT തന്നെ. കണ്ടായാ? ഈ സ്പീക്കറാണെങ്കിലേ നമുക്കിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണ്ട, പോക്കറ്റിലെല്ലാം കിട്ടാതെ. കുഴപ്പമില്ലാത്ത രീതിയിൽ ശബ്ദവും കേൾക്കും. കണ്ടായാ? ആൾക്കാരൊക്കെ നടന്നിട്ട് തിരിച്ചു വരുന്ന കേട്ടോ. മൂന്ന് 3.2 കിലോമീറ്റർ, 1 മണിക്കൂർ. പക്ഷെ അറിയില്ലായിരിക്കും അല്ലേ, നമ്മളന്ന് മറ്റേ കത്രിക കോവി പോയതിൻ്റെ അത്ര ഇതും കാണൂല. അത് നല്ല ദൂരം ഉണ്ടായിരുന്നല്ലോ. നമ്മളന്ന് അവിടെ എത്ര റൗണ്ട് അടിച്ചിരുന്നു എനിക്ക് വല്ല ഓർമ്മ ഉണ്ടോ? അത് നല്ല നടന്നിട്ടുണ്ടത്. കൊള്ളാല്ലേ? എൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ. നമ്മൾ ആ പാലത്തിൽ നിന്നാണ് നടന്ന് ഇതുവരെ കയറിയത്. ഇനി ഒരുപാട് നടക്കാനുണ്ട്. ഇവിടെ ഇപ്പം 4 ഡിഗ്രി കേട്ടോ. ഇപ്പോൾ വെയിൽ വന്നുകൊണ്ട് കുറച്ച് ചൂടുണ്ട്. ഇറങ്ങിയ സമയത്ത് നല്ല തണുപ്പായിരുന്നു, കൈയൊക്കെ മരവിച്ചു പോയി. ഇതുള്ള അല്ലേ നല്ലൊരു
ഇത് കാണാൻ പറ്റില്ലടാ ഇതിൽ. നല്ല രസമുണ്ടല്ലേ കെമാർട്ട് ഷൂസാണ്, അങ്ങനെ തന്നെയില്ല. നടക്കുമ്പോഴേ നല്ല ഷൂസ് എല്ലാം കൊണ്ടുവന്നു, മൊത്തം ചെളിയാ. ക്ലോസ് ആക്കിയടാ. ഇതെന്തോന്നു? ഇതെന്തോടാ? ഓക്കേ, എന്നെ ഇരുമ്പല്ലേ. ഇതാണോ ഞാൻ തന്നില്ല. എടാ ഒരു വലിയൊരു കുഴിയുണ്ട് കേട്ടോ അവിടെ. എടാ ബാ, ഇവിടെ അതൊന്നുമില്ലടാ. അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകണോടാ. അടച്ചിരിക്കണ ടണലിൻ്റെ കുഴിയൊക്കെ ഉണ്ട് കേട്ടോ. ആ, ഇത് നല്ല താഴ്ചയുണ്ട്. ഇല്ല, ഇത് താഴ്ചയില്ല, ഇതും താഴ്ചയൊന്നുമില്ല. അല്ല, എനിക്ക് കയറി വരണ്ടേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി വരാമെന്ന് വിചാരിച്ചത്. ഇത് അടച്ചിട്ടില്ലടാ. മുന്നേ ഇത് അടച്ചിട്ടില്ല. അടച്ചിട്ടില്ലല്ലോ. നോക്കട്ടെ. അല്ല, ആ സ്റ്റെപ്പാ അത് സ്റ്റെപ്പാ. ദൂരെ നോക്കുമ്പോൾ അതൊരു ഗേറ്റ് പോലെ തോന്നി, പക്ഷേ സ്റ്റെപ്പാണ്. ഇത് കൊള്ളാമല്ലേ, ഈ ഗ്രില്ലും കൂടി ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അഥവാ ഈ തടി പൊട്ടിപ്പോയാലും വീഴൂല. എടാ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പാലം കണ്ടില്ലേ? അതാ ടണല്. ഗൈസ്, നമ്മൾ ടണലിൻ്റെ അടുത്ത് എത്താറായി. ഇതാണ് ഗൈസ് ടണൽ. നമ്മൾ ടണലിൻ്റെ അടുത്ത് എത്താറായി. ഇവിടെ നടന്നേ പോവാം. ടണൽ ടണലിലെത്തി. പണ്ട് ഇതിൻ്റെ അകത്ത് കിടക്കല സ്വർണ്ണെടുത്ത്. ഈ ടണലിൻ്റെ ഉള്ളിലോട്ടാണ്. ആരുമില്ലല്ലേ. കിട്ടുമോ? ശ്വാസം കിട്ടും. അവിടെ വെള്ളം ഒഴുക്കുള്ളതുകൊണ്ട് എന്തായാലും കിട്ടും. അയ്യോ, ഇതില് മൊബൈൽ ക്യാമറയിൽ എത്ര കിട്ടുന്നുണ്ടോ കേട്ടോ. എനിക്ക് ക്യാമറ നോക്കാൻ പറ്റുന്നില്ല. ക്യാമറ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ കുറേ ഉണ്ട് മുന്നേ. എടാ, ഇതിന്റെ മുകളിലൊരു വലിയ മലയാണ്. ഈ മലയുടെ അകത്ത് കൂടെ ഇങ്ങനെ നടന്നു വന്നത് ഞാനും നീയും മാത്രം. പക്ഷെ ഒരു കണക്ക് ലൈറ്റ് ഇട്ടേക്കുന്നത് നല്ല കേട്ടോ. അവര് ഒരുപാട് ദൂരമുള്ള പോലെ തോന്നുന്നുണ്ട്. ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. കണ്ടിട്ട് നല്ല ദൂരമുണ്ട്. പക്ഷെ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഈ ഗോൾഡൊക്കെ എന്ന് പറയുമ്പോൾ നല്ല കുഴിയുമല്ലേ, കുഴിയിലോട്ടല്ലേ ഗോൾഡ്. എന്താ പറഞ്ഞോ. ഇത് എത്ര കിലോമീറ്റർ നടക്കാണ്ട്? ഒരു 1 കിലോമീറ്റർ കൂടുതലാണായിരിക്കും അല്ലേ? ഇപ്പോഴല്ലടാ, മറ്റവരാടാ, ബ്രിട്ടീഷുകാരാ. അവർക്ക് ഇങ്ങനെ കിടക്കുള്ളൂ. ഈ മൗറിക്കാർക്കൊന്നും അത്രയ്ക്കൊന്നുള്ള ഇതില്ല. അതും പണ്ടേക്ക് പണ്ട് തുരങ്കത്തിന് മാപ്പാന്ന് തോന്നി. അയ്യോ ഗായ്സ്, അങ്ങനെ തുരങ്കം കഴിഞ്ഞു. തുരങ്കത്തിൻ്റെ എൻഡിലെത്തി. അയ്യോ, കാണാൻ ഏതാണ്ട് 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ.
സ്ട്രെയിറ്റ്, ഒരു വളവുമില്ല, ഒന്നുമില്ല. പണ്ടത്തെ ആൾക്കാരുണ്ടാക്കി വെച്ചിട്ട് നോക്കണം, അത് ചിന്തിച്ച് നോക്കണം കേട്ടോ. പണ്ടത്തെ വേറെ വലിയ വലിയ പരിപാടികളൊന്നും ഇല്ലാതെ, മെഷീനും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയതാണ്. തിരിച്ചു നടക്കണം. അയ്യോ, ഞങ്ങൾ തുരങ്കത്തിൽ നിന്നും പുറത്തിറങ്ങി. അയ്യോ, എത്തി. അടുത്ത മാപ്പ്. അങ്ങനെ തുരങ്കത്തിൽ നിന്ന് അപ്പുറത്ത് തുറന്ന നല്ല രസമുണ്ടോ. വെള്ളം കണ്ട അടുത്ത വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടമല്ല, ഒഴുക്ക്. ഓ, ഇത് കിടിലടാ, ഇത് കിടിലല്ലേ. ഇത് നടക്കണേനുള്ളതുണ്ട്. വേറൊരു ലോകത്തെത്തുമല്ലേ. നല്ല തെളിഞ്ഞ വെള്ളം. ഈ തുരങ്കമാണ് കേട്ടോ. ഈ തുരങ്കത്തിന് പുറത്ത് നമ്മൾ ഇറങ്ങി അടുത്ത എൻഡിലോട്ട് എത്തിയതാ. അടുത്ത എഴുതിയിട്ടുണ്ടല്ലോ, മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ ഇതെന്താ ഇരിക്കുന്നേ? അടുത്തവിടെ എന്ത് വിക്ടോറിയ ബാക്ടറി, റെയിൽവേ ടണല്. ഓ, എനിക്ക് അവിടെ നിന്ന് ഇരുട്ടത്തിൽ പെട്ടെന്ന് ഇറങ്ങിയപ്പോഴേ എന്തൊക്കെയോ ഇതാവുണ്ട്. ഇതോളല്ലേ. നമ്മൾ പറഞ്ഞ വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം. അവിടെ ഇനി ഈ വെള്ളച്ചാട്ടമാണ് അവർ ഉദ്ദേശിച്ചത്. നല്ല തണുപ്പ് കേട്ടോ, രക്ഷയില്ല തണുപ്പ്. ഇവിടെ ഒറ്റ മനുഷ്യരില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ വേണമെങ്കിൽ കൗണ്ടർ വരെ, ടിക്കറ്റ് കൗണ്ടർ വരെ കാണും. ഇവിടെക്കിടക്ക് വെള്ളം പറഞ്ഞിട്ട്. പക്ഷേ വേറൊരു കേസുണ്ട്, നമ്മൾ ഈ നേരിട്ട് കാണുന്നത് വീഡിയോയിൽ കിട്ടുന്നില്ല. അല്ലേ? പല പല കളർ. ആ മരത്തിന്റെ ഇല വേറെ വേറെ കളർ ഉണ്ടാ. പച്ചയും ചുവപ്പല്ല, കടും ചുവപ്പല്ല. അങ്ങനെ ഒരു വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഓ, സൂപ്പർ. ഇതോളല്ലേ?
അങ്ങനെ കുറേ നടന്നെങ്കിലും നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നല്ല രസമല്ലേ? നല്ല രസമുണ്ടല്ലോ. അപ്പം നടന്നെങ്കിൽ എന്തല്ലേ ഇത്രയും വെള്ളം മുന്നിണ്ട് എങ്ങനെ കുടിക്കും. എടുക്കുന്ന സാധനം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി നോക്കുമ്പോഴേ കിട്ടില്ല. നമ്മുടെ കണ്ണിനാണ് കിട്ടുന്നത്. ഈ ആകാശത്ത് ചിത്രപ്പണികൾ കണ്ട ഈ ആ രണ്ട് സൈഡിലുള്ള മേഘങ്ങള് എല്ലാം കൂടെ കൂടി ചേർന്ന് ആ കാറ്റുണ്ട് അതിൻ്റെ തോന്നുന്നു. മുകളിൽ നല്ല അനാ അടുത്ത വെള്ളച്ചാട്ടത്തിലോട്ട് പോവുകയാണ് ഗായ്സ്. അങ്ങനെ അടുത്ത വെള്ളച്ചാട്ടത്തിലോട്ട് പോവുകയാണ്. അത് നല്ല രസമുണ്ട് കേട്ടോ ആ വെള്ളച്ചാട്ടം. നേരത്തെ കണ്ടതിനെക്കാട്ടിയും ചെറുതാണ്, പക്ഷെ സൂപ്പറാട്ടോ. ഇതോളല്ലേ ഇത് വലിയ കുഴപ്പമില്ല. അല്ലേ എല്ലാ ദിവസം ഉണ്ട് കേട്ടോ. ആ മഴവിലൊക്കെ ഉണ്ട്. ഞാൻ പിടിക്കാം ഈ ഓണാക്കി. എനിക്ക് നല്ല ആ സമയത്ത് എന്താടാ ആ ഓടോ കയ്യൊക്കെ മരവിച്ചേട്ടാ. അതെ അതെ ഇവിടുത്തെ ആൾക്കാർ ഇതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാരെ തന്നെ കയറാൻ മടി. അല്ല എല്ലാം സൈക്കിൾ ഔട്ടി അങ്ങ് പോവേലടാ. ആ രണ്ട് വെള്ളച്ചാട്ടം കണ്ട്. ആ ഇനി കൊറേ നടക്കാണ്ട്.
പക്ഷെ വന്ന സ്ഥലം എന്തായാലും അടിപൊളിയായിട്ടോ. നമ്മള് മറ്റേ ഇവിടെ പോയില്ലേ, ഏത് ഒമാന, ആ അതിനെക്കാട്ടും സ്ഥലം ഒക്കെ. ഒമാന വേറൊരു വ്യൂ അല്ല എനിക്ക് കിട്ടിയത്. അതെ അതെ കുറെ പച്ചപ്പും അത് ഫുൾ പച്ചപ്പ്. ഇത് ഇത് കുറച്ചൊരു കാട് വ്യൂ കാട്. ശരിക്കും കിട്ടി. ഒമാന് പിന്നെ മഴയും കൂടെ ഉണ്ടായിരുന്നടാ. പക്ഷെ ഈ വെള്ളത്തിന് സൂപ്പർ വെള്ളച്ചാട്ടം കേട്ടോ, അല്ലേ? ഇതങ്ങനെ അധികം ആരും ഇട്ടിട്ടില്ല. ഈ ഇത് എഡിറ്റ് ചെയ്യുമ്പോ എങ്ങനെ ചെയ്യണമെന്നറിയോ? ആദ്യം ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടുത്തെ ആ മഴവില്ല് ഇതൊക്കെ കൂടി നമ്മള് നിന്നിരുന്ന വീഡിയോ അതിടുക, എന്നിട്ട് എഡിറ്റ് ഒരു റീല് കുത്തനെ ആക്കുക, പോർട്രേറ്റ്. ഇതൊക്കെയാണ് ഹിഡൻ സ്പോട്ടുകൾ, അല്ലേ? ഹിഡൻ ജം എന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എപ്പോഴും പച്ചപ്പ് തന്നെടേ ഈ സ്ഥലത്തെ. ഇത് കുറച്ചൊരു എനിക്കൊരു വീഡിയോയിൽ എനിക്ക് കരുതും പറയില്ല, ഭയങ്കര അഡ്വഞ്ചർ ആണ് എനിക്ക് കയറുന്നതൊക്കെ പറയും. പെട്ടെന്ന് വെളുത്തു പോലേ, വെയിലൊക്കെ ആയി. പക്ഷെ നമ്മളിവിടെ വന്ന സമയം അടിപൊളിയായിരുന്നു. ഈ എഴുതിയതൊക്കെ ഞാൻ എങ്ങനെ കണ്ടായിരുന്നു എന്നറിയും. റേഞ്ച് വന്നു. സമയത്തായി 2:30. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ വെള്ളച്ചാട്ടം കണ്ട് നേരെ വന്ന വഴി തന്നെയാണ് തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ നമ്മളെ ബാറ്ററിയും എല്ലാം ലോ ആയിപ്പോയതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ തന്നെ ഒരുപാട് സ്പോട്ടുണ്ട് എടുക്കാൻ, പക്ഷേ അവിടെ ക്യാമ്പിങ് അലോട്ട് അല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു 10-25 കിലോമീറ്റർ അകലെ ക്യാമ്പിംഗ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. നല്ലൊരു ക്ലൈമറ്റും എല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ട് സെയിം സ്പോട്ടിൽ തന്നെ പോയി ബാക്കി വീഡിയോസ് എടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.